ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എലൈൻ മോഡൽ കുർത്തിയുടെ കട്ടിങ് കണ്ടിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ ഐ ബട്ടൺ ടച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. ഈ വീഡിയോയിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം ക്യാൻവാസ് ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഈ അരികുവശമൊക്കെ തയ്ച്ച് വീതി കറക്റ്റായിരിക്കണം. അതായത് നെക്കിൻ്റെ അകലം നമ്മൾ 3.5 വെച്ചല്ലേ മാർക്ക് ചെയ്തത്, അത് കറക്റ്റ് അകലത്തിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം അരികിനൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം സ്റ്റിച്ചിങ് ലെങ്ത് ഇത്തിരി കുറച്ചിടുവാണെങ്കിൽ നല്ലതാണ്. കാരണം ആ ഒരു ഷേപ്പ് ഇവിടെ നമുക്ക് തീരെ ചെറിയതായിട്ട് സ്റ്റിച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് ലെങ്ത് തീരെ കുറച്ചാണ് ഇടുന്നത്. സാധാരണ ഇടുന്ന ഒരു 3.5 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-2.5 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കുക. നടുക്ക് ഭാഗത്ത് ആദ്യം ഒരു കട്ടിങ് കൊടുത്തിട്ട് 2 സൈഡിലുമായിട്ട് ചെറിയ കട്ടിങ് കൊടുക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് ബാക്കി എല്ലാ ഭാഗത്തും കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ തിരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നെക്കിൻ്റെ അരികു വശത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ കോട്ടൺ അല്ല, ഞാൻ പറഞ്ഞില്ല, പോളിസ്റ്റർ ടൈപ്പ് ആയതുകൊണ്ട് ഇതിങ്ങനെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ചേർന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനിതിപ്പം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ ഇതേപോലെ. അപ്പോൾ തയ്ച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ആയിട്ട് നന്നായിട്ട് ഇരിക്കും. നമുക്ക് എപ്പോഴും അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അയൺ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്ക് സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് വെച്ചല്ല ചെയ്യുന്നത്. ലൈനിങ് വെക്കുകയാണെങ്കിൽ അകത്ത് ലൈനിങ് വെച്ചിട്ട് വേണം ഇത് പുറമേക്ക് നെക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ബാക്ക് സൈഡിലും ഇതേപോലെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ കട്ടിങ് ഫുള്ളായിട്ട് കൊടുക്കണം. ഇനി ഇത് തിരിച്ചിടുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ യോജിപ്പിക്കണം. അപ്പോൾ ഇത് ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. നല്ല വശവും കൂടെ തുണിയുടേത് വെക്കുക. എന്നിട്ട് ഈ ക്യാൻവാസ് ചേർത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഞാനിപ്പോൾ ഒരു പിൻ കുത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചേർത്ത് തന്നെ വെക്കാം. നല്ല വശവും ഒരുമിച്ച് വെക്കുക. ബാക്ക് സൈഡിൻ്റെ ക്യാൻവാസ് പൊക്കിയിട്ട് ഫ്രണ്ട് സൈഡിൻ്റേത് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ ഈ ഭാഗവും നമുക്ക് 2 സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഒറ്റ സ്റ്റിച്ച് ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾ എല്ലാ ഭാഗവും 2 സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നിവർത്തി ഇട്ടിട്ട് ബാക്ക് സൈഡും ഞാനൊന്ന് പതിച്ച് തയ്ക്കുകയാണ്. അത് ശേഷം ക്യാൻവാസ് നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം അതിങ്ങനെ പുറത്തേക്ക് വരും. ലൈനിങ് ഉണ്ടെങ്കിൽ നമ്മളത് ലൈനിങ്ങിലേക്ക് തയ്ച്ച് വയ്ക്കുമല്ലോ. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഹെം ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരുമിച്ച് ഷോൾഡർ ഇങ്ങനെ പിടിച്ചിട്ട് ഷോൾഡറിൻ്റെ അകലം നോക്കുക. എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഇതേപോലെ ഞാൻ 2ആയിട്ട് മടക്കി ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഫ്രണ്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ലീവിൻ്റെ, ആ കുഴിച്ച ഭാഗം കുർത്തിയുടെ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം. അത് തെറ്റിപ്പോകരുത്. എന്നിട്ട് മിഡിൽ പോയിൻ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നടുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 വശത്തേക്കും തയ്ച്ചെടുക്കാം. നടുക്കുന്ന് തന്നെ വേണം തയ്ച്ചെടുക്കാനായിട്ട്. 2 വശത്തേക്കും നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, നമ്മളെല്ലാ വീഡിയോയിലും സ്ലീവ് തയ്ക്കുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി, അറിയാത്തവർ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാനൊരു 6 ഇഞ്ചിന് മാർക്ക് ചെയ്യുകയാണ്. അവിടെ നമുക്ക് വണ്ണം 6.5 7 നിങ്ങളുടെ എത്രയാണോ അത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3/4 അളവെടുക്കാം. ഒരു 15 ഇഞ്ചിൻ്റെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 4.5 കൊടുക്കാം. പിന്നെ കൈ കടത്തുന്ന അനുസരിച്ചിരിക്കും, ചിലരുടെ കൈ ഒതുങ്ങില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ടൈറ്റ് ചെയ്ത് വെച്ച് ഈ ഭാഗം കടത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ പിന്നെ ചിലരാണെങ്കിൽ ഇവിടെ ഹുക്ക് പോലൊക്കെ എന്തെങ്കിലും വെക്കും. അപ്പം ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ കടത്തി കാണിച്ചു തരാം. കണ്ടോ, ഇച്ചിരി സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 4 ഇഞ്ചിന് ഇവിടെ കൊടുക്കുകയാണ്. 4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ സ്ലീവിൻ്റെ എല്ലാം കൂടെ ഫുള്ളായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം.
ഇതേപോലെ യോജിപ്പിച്ചു. ഇനി ചെസ്റ്റ് നമുക്ക് അളക്കേണ്ട കാര്യമില്ല, ചെസ്റ്റ് നമുക്ക് കറക്റ്റാണ് വരുന്നത്. അപ്പോൾ ആം ഹോൾ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ്. കണ്ടോ, ഈ ഭാഗം കറക്റ്റ് വരും. അത് താഴ്ഭാഗമായിട്ട് നമുക്ക് കറക്റ്റ് യോജിക്കും. അടുത്ത സ്ലീവും ഞാൻ വണ്ണം അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. ഇനി ഷേപ്പ് ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഒരു 13.5 14 എടുക്കാവുന്നതാണ്. ഇതാ ഇവിടെ നമ്മൾ 14 മാർക്ക് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പുറത്തെ വശത്തും നമ്മൾ മാർക്ക് ചെയ്ത് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. കറക്റ്റ് നടുക്കുമെന്ന് ഞാൻ 9.2 എടുത്തിരിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് യോജിപ്പിക്കുക. കണ്ടോ, കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഹോളും ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇതേപോലെ യോജിച്ച് നമുക്ക് കിട്ടും. ഇനി താഴേക്ക് ജസ്റ്റ് കർവ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ മതി. അപ്പം ഞാൻ മാർക്ക് ചെയ്യണമെന്ന് തന്നെ ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണ്. ഇതേപോലെ കർവ് ചെയ്ത് ഇങ്ങനെ താഴെ വരെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷേപ്പിങ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ആദ്യം തയ്ച്ച് തുടങ്ങണം. ആദ്യം നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് നമ്മൾ തയ്ക്കുകയാണ്. നമ്മൾ ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് പുറത്തേക്ക് നീക്കി ഷേപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ആദ്യം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നേരെ ഇത് തിരിച്ച് മുകളിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നമുക്കത് വളവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കത് ഷേപ്പിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഹിപ്പിൻ്റെ ഭാഗം ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ വിട്ട് വേണം തയ്ക്കാനായിട്ട്. അഥവാ ടൈറ്റ് ആണെങ്കിലും ഒരെണ്ണം അഴിച്ചിട്ട് നമുക്ക് അടുത്തത് ഇടാൻ പറ്റും. അപ്പോൾ ഇത് 3 സ്റ്റിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മിച്ചമുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. മുകൾ ഭാഗം കുറച്ച് തയ്യൽ തുമ്പിടാം, താഴ്ഭാഗം കുറച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം വിരിവുള്ള ഭാഗമല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ റോൾ ഹെം ചെയ്യാനായിട്ടുള്ള ഫൂട്ടിട്ട് എന്നിട്ട് ഞാൻ റോൾ ഹെം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ 2ആയിട്ട് മടക്കി തയ്ച്ച് കൊടുത്താലും മതി. കോട്ടൺ ആണെങ്കിൽ നമുക്ക് 2ആയിട്ട് മടക്കിയൊക്കെ തയ്ച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഈ പോളിസ്റ്റർ ടൈപ്പൊക്കെ നമുക്ക് 2ആയിട്ട് മടക്കി അത് ഭംഗിയിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനത് റോൾ ഹെം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പൈപ്പിംഗ് ഫൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കെട്ടുവള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം പൈപ്പിംഗ് ത്രെഡ് അകത്ത് വെച്ചിട്ട് കുറച്ച് വീതിയിൽ ഇങ്ങോട്ട് തയ്ക്കുക. പിന്നെ കറക്റ്റായിട്ട് ആ പൈപ്പിങ്ങിൻ്റെ അരികിനൂടെ തന്നെ നമ്മൾ ചേർത്ത് തയ്ച്ചെടുക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മൾ ആ പൈപ്പിംഗ് ത്രെഡ് അങ്ങ് അഴിച്ചു മാറ്റും. നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പൈപ്പിംഗ് ത്രെഡ് ഞാൻ ഊരി മാറ്റി. എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ മിച്ചമുള്ള പീസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതേപോലെ വലിയൊരു നീഡിലെടുത്തിട്ട് ഒരു 8 പ്രാവശ്യം മടക്കി ഞാൻ നൂലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തുമ്പിനൊരു കെട്ടിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ സൂചി തിരിച്ച് നമുക്ക് കയറ്റണം. അതായത് ചോട് വശം വെച്ചിട്ട് ഫുള്ളായിട്ട് കയറ്റിയിട്ട് പതുക്കെ പതുക്കെ വലിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ വീതിയിൽ തന്നെ വള്ളി കിട്ടും. അപ്പോൾ ആ ഒരു ത്രെഡിൻ്റെ വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് നമ്മൾ തയ്ക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുമല്ലോ. ത്രെഡ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്തത് ഇതേപോലത്തെ പീസാണ്. അതെങ്ങനെ വെക്കുന്നത് നോക്കാം. ഇതേപോലെ 4ആയിട്ടൊന്ന് മടക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് അനുസരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ല വശവും ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ യു ഷേപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ യു ഷേപ്പിൽ നമ്മൾ വളച്ച് തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിടാം. കണ്ടോ, ഇതേപോലെ ഒരു 3 പീസ് ഞാൻ എടുക്കുകയാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. അതിനുശേഷം അത് നിവർത്തി വെച്ചിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. അങ്ങനെ നമ്മൾ 3 പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും ബാക്കിലേക്ക് വേണം തയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ തുമ്പിന് വേരിയേഷൻ വരും. അപ്പോൾ ആ തുമ്പ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അവിടുന്ന് വേണം ആ വള്ളി ഒന്ന് വലിച്ചു പിടിക്കാമെങ്കിൽ കറക്റ്റായിട്ട് അകത്ത് തന്നെ വള്ളി നിൽക്കും. ഇതേപോലെ 2 സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ചെറിയൊരു കുട പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
നല്ല ഭംഗിയാണ്. എത്ര വലിപ്പം വേണമെങ്കിലും അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പീസ് നമുക്ക് വെച്ച് കൊടുക്കാം. അത് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ മടക്കിയിട്ട് ഈ തുമ്പിനൂന്ന് തന്നെ വേണം തയ്ച്ച് തുടങ്ങാൻ. ഒപ്പത്തിന് പിടിക്കുക, എന്നിട്ട് ലോക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് കെട്ടുപള്ളി വേണമെന്നുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ 2 സ്റ്റിച്ച് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തുമ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണേൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ, കുറച്ച്. അപ്പോൾ അല്ലെങ്കിൽ അത് തിരിച്ചിടുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് തെള്ളി നിൽക്കും. കണ്ടോ, ഇതേപോലെ 2 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത പീസും കൂടെ ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതേപോലെ 3 എണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ, ഇഷ്ടമുള്ള അനുസരിച്ച്. 3 നമുക്ക് മതി. 2 എണ്ണം വെച്ചിട്ട് 3 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ താഴ്ത്തി നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് എത്രയാണോ താഴ്ചയിൽ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1.5 ഇഞ്ചിനൊക്കെ താഴ്ചയിലാണ് വെച്ച് കൊടുക്കാറുള്ളത്. ഇതേപോലെ 2 പ്രാവശ്യം തയ്ച്ച് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതും കറക്റ്റ് അതേ ഭാഗത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇതേപോലെ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ലൊരു മോഡൽ കുർത്തിയാണ്. ഫുൾ സ്ലീവ് വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ഡിസൈനും പ്യൂർ കോട്ടനും ഒക്കെ ആണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽസൊക്കെ പ്യുവർ കോട്ടൺ ഉണ്ട്. അപ്പോൾ വേണ്ടവർ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക കേട്ടോ. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.